ചിലർ വ്യത്യസ്തരാകുന്നതും ശ്രദ്ധേയരാകുന്നതും അവരുടെ കർമ്മമണ്ഡലത്തിൽ അവർ ചെയ്ത സംഭാവനകളുടെ കൂടി പിൻബലത്തിലായിരിക്കും. അത്തരത്തിലുള്ളവരാണ് നമസ്തേ കേരളത്തിൽ അതിഥികളായി എത്തുന്നത്. ഇന്നത്തെ അതിഥിയിലേക്ക്. നമസ്കാരം. ചിത്രകാരനായ ബിജു ചക്കുവരയ്ക്കലാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അതിഥിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം ബിജു. ചിത്രകാരൻ എന്ന് ഞാൻ പരിചയപ്പെടുത്തിയെങ്കിലും ബിജു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്, പോലീസുകാരൻ കൂടിയാണ്. കാക്കയ്ക്കുള്ളിലെ ഈ കലാഹൃദയം എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്? തീർച്ചയായിട്ടും കാക്കയ്ക്കുള്ളിലല്ല കല. വളരെ വിശാലമായൊരു ലോകമാണ് കലയുടേത്. അതിൽ ചെറിയൊരു അംശം മാത്രമാണ് കാക്കി. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, കാക്കിക്കുള്ളിലല്ല കല, ഒരിക്കലും കാക്കിക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല കല. അപ്പം പിന്നെ ഈ ജോലിയോട് ബന്ധപ്പെട്ട് ഒരുപാട് നമുക്ക് സഞ്ചരിക്കാനും ഒത്തിരി ജനങ്ങളുമായിട്ട് ഇടപഴകാനും ഒക്കെയുള്ള അവസരം കിട്ടുന്നത് കൊണ്ട് അത് തീർച്ചയായിട്ടും കലയിൽ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഞാനത് തമാശ രൂപത്തിൽ പറഞ്ഞെങ്കിലും രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന മേഖലകളാണ്. ഇതിന്റെ ഒരു സംഘർഷം അനുഭവപ്പെടാറില്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, ഈ കലയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലീസ് പണി തൽക്കാലം ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും പോലീസിനകത്ത് ഡ്യൂട്ടി ചെയ്യുമ്പോൾ ആ ഡ്യൂട്ടിയുടെ ഒരുപാട് പ്രശ്നങ്ങളും അതിന്റെ ടെൻഷനും എല്ലാം കൊണ്ട് നമുക്കൊരിക്കലും ചിത്രം വരയ്ക്കാനോ ഒന്നും കഴിയില്ല. അപ്പം ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഒന്നീ ചിത്രം വരയ്ക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ആ ചിത്രത്തിനകത്ത് ആ കലാരംഗത്ത് തന്നെ ഉറച്ചു നിൽക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. കൂടുതലും എന്റെ താല്പര്യം, എന്റെ ഉള്ളിൽ കല കൂടുതലുള്ളത് കൊണ്ട് കൂടുതൽ സമയം ഞാൻ കലാകാരനായിട്ട് തന്നെയാണ് കഴിയുക. എങ്ങനെയാണ് ബിജുവിലെ ചിത്രകാരനെ തിരിച്ചറിഞ്ഞത്? കുട്ടിക്കാലം മുതലേ വരയ്ക്കുമായിരുന്നു, അതോ പിന്നീട് ഡെവലപ്പ് ചെയ്ത ഒരു സ്കില്ലാണോ? കുട്ടിക്കാലം തൊട്ടേ എന്റെ അച്ഛൻ ഒരു ചിത്രകാരനായിരുന്നു, അധ്യാപകനായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം തൊട്ടേ ചിത്രവുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒരു കുടുംബമാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ചിത്രത്തിനെ വലിയ സീരിയസ് ആയിട്ട് ഞാൻ ഉൾക്കൊണ്ടിരുന്നില്ല. കാരണം എല്ലാവരും വരയ്ക്കുന്നത് കൊണ്ട് ഞാനും ആ ഒരു ഓളത്തിൽ പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ സീരിയസ് ആയിട്ട് ഈ ചിത്രകലയെ ഞാൻ നോക്കിക്കാണുന്നുണ്ട്. ഒരു സാധാരണ ചിത്രകാരനിൽ നിന്നും മാറി എന്നെ വളരെ ഒരു പ്രൊഫഷണൽ ചിത്രകാരനിലേക്ക് ഒരു പരിണാമം ഉണ്ടാക്കി തന്നത് സജി സാംസാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് അദ്ദേഹത്തോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിന് നന്ദി പറയുന്നത്. എന്നാണ് ബിജുവിലെ ചിത്രകാരനെ തിരിച്ചറിഞ്ഞത്? കുട്ടിക്കാലം തൊട്ടേ വരയ്ക്കുന്നുണ്ടായിരുന്നു. 4 വർഷം എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ശൈലി, എന്റേതായിട്ട് മാത്രം തോന്നുന്ന ഒരു ശൈലി, അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ആശയത്തിലേക്ക് ഈ രീതികൾ കൊണ്ടുവരികയാണോ ചെയ്യുന്നത്? അതോ താനെ ഉരുത്തിരിഞ്ഞു വരുന്നത്? അല്ലല്ല, നമ്മുടെ ഉള്ളിൽ ആശയങ്ങൾ ഉണ്ടാവണം. നമ്മുടെ മനസ്സിൽ വരുന്ന കൺസെപ്റ്റ് ചിലപ്പോൾ വർഷങ്ങളെടുത്തെന്നിരിക്കും. എന്റെ നാഗപുരാണം എന്ന് പറയുന്ന ഒരു ചിത്രം 11 വർഷം എന്റെ മനസ്സിൽ കിടന്ന കൺസെപ്റ്റാണ്. അപ്പൊ ഇത്രയും വർഷം കൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് വളർന്ന് ഒരു ചിത്രത്തിന്റെ പരുവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ മനസ്സിലൊരു ചിത്രം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഞാനത് ക്യാൻവാസിലേക്ക് പകർത്താറുള്ളൂ. ആദ്യമേ സൃഷ്ടി നടക്കുന്നത് എന്റെ ഉള്ളിൽ തന്നെയാണ്. ഞാൻ നടക്കുമ്പോഴും ആൾക്കാരോട് സംസാരിച്ചിട്ട് അല്ലാതിരിക്കുന്ന ഫ്രീ ടൈമിലും ഒക്കെ എന്റെ മനസ്സിൽ ചിത്രങ്ങൾ ഓരോന്ന് രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുക. മനസ്സിലുള്ള ചിത്രത്തെ അതേപടി ക്യാൻവാസിലേക്ക് പകർത്തുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. മനസ്സിലുള്ള കൺസെപ്റ്റിനെ ഞാൻ പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തിട്ട് അതിനൊരു ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ക്യാൻവാസിലേക്ക് പകർത്താറുള്ളത്. സ്വാധീനിച്ചിട്ടുള്ള ചിത്രകാരന്മാരുണ്ടോ? സ്വാധീനിച്ചിട്ടുള്ള ചിത്രകാരന്മാര് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവര്? പണിക്കർ സാറിന്റെ ചിത്രങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചിത്രങ്ങളാണ്. പിന്നെ വലുതായിട്ടുള്ള ചിത്രകാരന്മാരുടെ ഒന്നും വലിയ സ്വാധീനം ഉണ്ടായിട്ടില്ല. എങ്കിലും എല്ലാവരുടെയും ചിത്രങ്ങളൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. നമ്മൾ ഒരുപാട് അറിവുകൾ കിട്ടാനുണ്ട് എന്നുള്ളതല്ലാതെ വലിയ സ്വാധീനമായിട്ട് പറയാനില്ല. കാരണം എപ്പോഴും എന്റേതായ ഒരു ശൈലി ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണത്. ഈ ശൈലി രൂപപ്പെടുത്തുന്ന സ്വന്തം ശൈലി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അതൊരു പരിമിതിയും കൂടിയല്ലേ? നമ്മൾ എന്തു പറയുന്നു എന്ന് പറയുന്നത് ശൈലി മാറിക്കൊണ്ടിരിക്കണം എന്ന് ഒരു സാധാരണ പറയാറുണ്ട് ചിത്രകാരൻ. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഒരു ശൈലി, നമ്മുടേതായ ഒരു ശൈലിയാണെങ്കിൽ ആ ശൈലി ഒന്ന് ബലപ്പെട്ട് കഴിഞ്ഞാൽ ആ ശൈലിയിലൂടെ നമുക്ക് പറയുന്നത് വളരെ ശക്തിയായി പറയാൻ കഴിയും. പല ശൈലിയുടെ പിന്നാലെ പോയാൽ നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെ ആയിപ്പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു ശൈലിക്ക് നല്ല ബലം ഉണ്ടായാൽ ആ ശൈലിയുടെ നമുക്ക് എന്ത് കാര്യങ്ങളും വളരെ പവർഫുൾ ആയിട്ട് പറയാൻ പറ്റും.
അതാണ് എൻ്റെ ഒരു വിശ്വാസം. അവിടെ ഒരു ഞാൻ മുഴച്ചു നിൽക്കുന്നില്ലേ? എന്റെ ശൈലി, എന്റെ കയ്യൊപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യത്തെക്കാൾ കൂടുതൽ ഞാൻ മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു സംശയമുണ്ട്. അല്ല, നമ്മുടെ മനസ്സിലുള്ള ഒരു രീതി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അവിടെ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടണം എന്നുള്ളതല്ല. ഒരു ശൈലിയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഒരു കാര്യം തന്നെ നമ്മൾ പറഞ്ഞു, അത് സമൂഹത്തിൽ വളരെ നല്ല പവർഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടാൽ വീണ്ടും ആൾക്കാർ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപകാരമായിട്ട് പറയാൻ പറ്റും. അത്രേ ഞാൻ ഉദ്ദേശിച്ചോളൂ, അല്ലാതെ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ആധിക്യമല്ല. ബിജുവിനെ ഒരാളെ ചൂണ്ടി പറഞ്ഞതല്ല, പൊതുവെ സ്വന്തം ശൈലി രൂപപ്പെടുത്തണം എന്ന് വാദിക്കുന്നവരോട് ഉള്ള ഒരു ചോദ്യമാണ് അത്. അല്ല, അതായിരിക്കാം ഒരു പക്ഷേ. എന്റെ കൺസെപ്റ്റ് ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ കൺസെപ്റ്റ് എനിക്കറിയില്ല. എന്റെ കൺസെപ്റ്റ് ഇതാണ്. സാധാരണ ചിത്രകാരന്മാരെ പറ്റി പറയാറുണ്ട്, ആദ്യം പെൻസിൽ സ്കെച്ചസിൽ നല്ല തഴക്കവും പഴക്കവും വന്നതിന് ശേഷമാണ് ഈ രൂപങ്ങൾക്ക് പുറത്തേക്ക് കടക്കുന്നതെന്ന്. പക്ഷെ ഇപ്പൊ യുവതലമുറയെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് രൂപങ്ങളെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഇല്ലാതെ അവർ അബ്സ്ട്രാക്റ്റിലേക്ക് മാറുന്നു. ബിജുവിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഈ പറഞ്ഞത് റിയലിസത്തിനെ ബന്ധപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഒരു വാദഗതി വരുന്നത്. റിയലിസം വളരെ ഫോട്ടോഗ്രാഫിയൊക്കെ ഇത്രത്തോളം ശക്തമായി വളരുന്നതിന് മുമ്പിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു സമ്പ്രദായമാണ് റിയലിസം. ഒരു കലാകാരനേക്കാൾ മുന്നിൽ ടെക്നോളജി വളർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഒരു സ്ത്രീയെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചാൽ 1-2 ആഴ്ച കൊണ്ട് അത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചു വന്നിരിക്കും. പക്ഷെ ഒരു ഡിജിറ്റൽ ക്യാമറ കൊണ്ട് അതിനേക്കാട്ടിലും ബ്യൂട്ടി ആയിട്ട് എടുക്കാൻ പറ്റുന്ന, ഒരു നിമിഷം കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിന്ന്. മറ്റൊന്ന്, ഇപ്പോൾ അബ്സ്ട്രാക്ട് അല്ലെങ്കിൽ മോഡേൺ ചിത്രങ്ങൾ, ആശയങ്ങൾ ഉൾപ്പെടുത്തി വരയ്ക്കുന്ന മോഡേൺ ചിത്രങ്ങൾ. ഈ മോഡേൺ ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ എന്റെ ചിത്രങ്ങളിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം റിയലിസത്തിൽ ചെയ്താൽ ഒരൊറ്റ ചിത്രത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തുന്ന ആശയത്തിന് ചിലപ്പോൾ 8-9 റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കേണ്ടി വരും. സിംഗിൾ പീസ് ഓഫ് വർക്ക് ഒത്തിരി ആശയങ്ങൾ കൺവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അതിന്റെ വാല്യൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മോഡേൺ പെയിന്റിങ്ങിന് വാല്യൂ ഉള്ളതും വളരെ വില ഉള്ളതും ഒക്കെ അതിന്റെ കാരണം കൊണ്ടാണ്. ഞാൻ ചോദിച്ചത്, ഒരു ആബ്സ്ട്രാക്ട് ചിത്രകാരനെ വിജയിക്കാൻ അവന് രൂപങ്ങളെ പറ്റിയും ഉള്ള വ്യക്തമായ ധാരണ വേണ്ടേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യക്തമായ ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് രീതിയിലും അതിനെ മാറ്റിമറിക്കാൻ കഴിയും. അല്ല, വ്യക്തമായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ അതിനെ പറ്റി പറയാൻ കഴിയും? വ്യക്തമായ ഒരു ധാരണ മനസ്സിലുണ്ടാവണം. പിന്നെ ഓരോരുത്തരുടെ ശൈലിയിലേക്ക് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ വിഷയം, അല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും. അവിടെ വരച്ച് തെളിയേണ്ടത് അത്യാവശ്യമല്ലേ ഡ്രോയിങ്ങില്? വരച്ച് സാധാരണ ഇപ്പോ ബി ഡി ദത്തൻ സാറിന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം പോയപ്പോ സാറ് പറഞ്ഞു, വിദ്യാഭ്യാസത്തിന് അക്കാഡമിക്കലായിട്ട് വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അതിനകത്ത് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. കാരണം അതിനകത്തുള്ള ഒരു ദോഷം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു മേശപ്പുറത്ത് കുറച്ച് പഴങ്ങളൊക്കെ വെച്ചേക്കുന്ന ചിത്രങ്ങൾ ഒക്കെ വരച്ച് പഠിക്കണം. ഈ ഒരു വളയത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി കുറെ കഴിയുമ്പോഴത്തേന് ഈ വളയത്തിന് പുറത്തേക്ക് ചാടാൻ കഴിയാതെ അതിൽ തന്നെ ഒതുങ്ങി പോകുന്നത് കൊണ്ട് അക്കാദമിക തലത്തിൽ പഠിച്ച ഒത്തിരി പേരും ഒന്നും ആവാതെ പോകുന്നു എന്നുള്ള ഒരു വാസ്തവം ദത്തൻ സാർ പറഞ്ഞു. എല്ലാ ചിത്രകാരന്മാരുടെ ഉള്ളിലും രൂപത്തിന് സ്വാധീനമുണ്ട്, രൂപം ഉണ്ടാവും. പിന്നെ വരച്ച് അങ്ങനെ അനാട്ടമി തന്നെ വരച്ച് പഠിച്ചു വരണം എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്ങനെയാണ് ഒരു ആശയം മനസ്സിലേക്ക് വീണ് കിട്ടുന്നത്? അത് വീണ് കിട്ടുകയാണോ അതോ മനസ്സിലേക്ക് വല്ലാത്തൊരു ഇതായിട്ട് പാഷനായിട്ട് വരികയാണോ? എങ്ങനെയാണ് വരുന്നത്? മലയാളികളെ സംബന്ധിച്ച് കേരളം വളരെ ഫലഭൂഷ്ടമായ ഒരു പ്രദേശമാണ്. വളരെ സുഖലോലുപരാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും. ഇവിടെ വലിയ കൊടുങ്കാറ്റോ വലിയ അഗ്നിപർവ്വതങ്ങളോ വലിയ പേമാരികളോ ഒന്നും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ അനുഭവങ്ങളും നമുക്കില്ല. പിന്നെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല ആശയങ്ങൾ വരൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രായത്തിൽ എനിക്ക് വലിയ അനുഭവങ്ങളൊന്നും വരാനില്ല. പിന്നെ അനുഭവങ്ങൾ നമ്മൾ വരുന്നത് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിച്ച് വിദേശത്തുള്ളവരുടെയൊക്കെ സാഹിത്യകൃതികളൊക്കെ വായിക്കുമ്പം അതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചില സംഗതികൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മുടേതായ ഒരു തലത്തിലൂടെ നീങ്ങുമ്പോഴാണ് ഓരോ കൺസെപ്റ്റുകൾ ഉണ്ടാകുന്നത്. വയസ്സുണ്ട് ബിജുവിന്? എനിക്ക് 36 വയസ്സുണ്ട്.
അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് പൊതുവെ വലുതായിട്ടുള്ള അനുഭവ സമ്പത്തൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഈ ആഫ്രിക്കയിലേക്കുള്ള പ്രശ്നങ്ങളോ വലിയ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ആശയം രൂപപ്പെടും. പിന്നെ അതിനെ നമ്മുടെ രൂപത്തിലേക്ക് മാറ്റുന്നത് ഒത്തിരി സമയം എടുത്തെന്നിരിക്കും. ചിലപ്പോൾ ചിന്തകൾ കൊണ്ടൊക്കെ ആയിരിക്കും. വായന ഒരുപാട് സഹായിക്കും. തീർച്ചയായിട്ടും എന്റെ എല്ലാ ചിത്രങ്ങൾക്കും പ്രേരകമാകുന്നത് പുസ്തക വായന തന്നെയാണ്. പിന്നെ ജനങ്ങളുമായിട്ടുള്ള, നേരത്തെ പറഞ്ഞല്ലോ, പോലീസിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരുപാട് സ്ഥലത്തുള്ള ഒത്തിരി പേരുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കും ഓരോ സ്ഥലത്തുള്ള ആൾക്കാരുടെയൊക്കെ പെരുമാറ്റവും അവരുടെ രീതിയൊക്കെ വ്യത്യാസമാണ്. അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഇപ്പൊ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് തമിഴ്നാട് പോയായിരുന്നു. തമിഴ്നാട് പോയപ്പോൾ ഇവിടുത്തെ ഉച്ചക്കലത്തെ ചൂട് തമിഴ്നാട്ടിൽ രാവിലെ 7 മണിയാകുമ്പോഴേ തുടങ്ങും. ആ ചൂടില് ഒട്ടും വെള്ളമില്ലാത്ത സമയത്ത് അവിടെ ഇഷ്ടം പോലെ പച്ചക്കറികൾ അവിടുത്തെ ജനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ വല്ലാതെ സ്വാധീനിച്ചു. അങ്ങനെ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രം ഞാൻ വരയ്ക്കാനായിട്ട് ഇപ്പൊ അതിന്റെ ഒരു പദ്ധതിയിലാണ്. ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ താഴെ പുഴുക്കളെ പോലെ മനുഷ്യൻ എഴയുന്ന ഒരു ചിത്രം. അത് ആ പ്രകൃതിക്ക്, ആ സ്ഥലത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ചിത്രം. അത് അങ്ങനെ സ്വാധീനം ഉണ്ടാവും. സീരിയസ് ആയിട്ട് ചിത്രം വരയ്ക്കുന്ന രീതി ബിജുവിനുണ്ടോ? അങ്ങനെ സീരിയസ് ആയിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരു രീതി എനിക്കില്ല. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഒരു പക്ഷേ അതൊരു ആശയദാരിദ്ര്യം പോലെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഒരു സബ്ജക്റ്റിനകത്ത് തന്നെ ഒത്തിരി ചിത്രങ്ങൾ കാര്യമില്ല. ഇഷ്ടം പോലെ നമുക്കിവിടെ ഉണ്ട്. വളരെ വലിയ ഒരു സമ്പത്ത് നമുക്ക് ഉണ്ട് ഇവിടെ. അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചിത്രത്തിലൂടെ കാണിച്ചാൽ മാത്രം മതി. ഒരു ചിത്രം വരയ്ക്കാൻ എത്ര ദിവസം എടുക്കും? ചിത്രം വരയ്ക്കാൻ 1-2 ആഴ്ച കൊണ്ട് ചിത്രം വരച്ചു തീരും. പക്ഷെ ഈ ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന കൺസെപ്റ്റിനാണ് പലപ്പോഴും സമയം എടുക്കുന്നത്. 2-3 മാസം ഒരു കൺസെപ്റ്റും ഇല്ലാതെ നമ്മളിങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കും. ചിലപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു ആശയം വന്നെന്നും വരാം. അപ്പം കൺസെപ്റ്റിനാണ് ടൈം എടുക്കുക. ചിത്രം വരയ്ക്കാൻ അത്രത്തോളം സമയം എടുക്കാറില്ല. അതൊരു വല്ലാത്ത സംഘർഷമായിട്ട്. തീർച്ചയായിട്ടും പലപ്പോഴും ചില കൺസെപ്റ്റുകൾ ഇങ്ങനെ 2-3 ദിവസം നമുക്ക് പിടിച്ചില്ലെന്നും പറഞ്ഞിങ്ങനെ മനസ്സിലൊക്കെ കിടന്ന് കറങ്ങി നടക്കുന്ന ഒരവസ്ഥയുണ്ട്. ചില ദിവസം ഇപ്പൊ ലാസ്റ്റിൽ ഞാൻ ഏറ്റവും പുതിയൊരു പ്രോജക്റ്റിനകത്ത് ഒരു ചിത്രത്തിന്റെ കൺസെപ്റ്റ് ഞാൻ വരച്ചു തീർത്ത് രാത്രി ഒരു 2 മണിയായപ്പോഴാണ്. രാത്രി 12:30 തൊട്ട് ഞാൻ കുത്തിയിരുന്നിട്ട് അതിന്റെ ഒരു ഫോം ഏകദേശം പിടികിട്ടി എന്നുള്ള ഒരു പരുവം വന്നിട്ട് 2 മണിയായപ്പോൾ ഞാൻ സ്കെച്ച് ചെയ്ത് തീർത്തു. എന്റെ അടുത്ത ഒരു വർക്ക് അത് തന്നെയാണ്. ഏതാണ് ബിജുവിന്റെ മീഡിയം? അക്രിലിക് ആണോ, ഓയിലാണോ? ഓയിൽ പെയിന്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് ഓയിൽ പെയിന്റ് തിരഞ്ഞെടുത്തത്? ഓയിലിനോട് എനിക്ക് വല്ലാത്ത ഒരു ഇഷ്ടമുണ്ട്. കാരണം പണ്ട് തൊട്ടേ ഞാൻ വീട്ടിൽ കാണുന്നത് ഓയിൽ പെയിന്റിംഗ് ആണ്. അച്ഛനൊക്കെ ചെയ്യുന്ന ഓയിൽ പെയിന്റിംഗ് ആയിരുന്നു. അപ്പൊ ആ ഓയിൽ പെയിന്റുമായിട്ടുള്ള ഒരു ബന്ധം, പിന്നെ ഓയിൽ പെയിന്റിങ്ങിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നത് കൊണ്ടൊക്കെ ഓയിൽ പെയിന്റിംഗ് വളരെ ഇഷ്ടപ്പെട്ട ഒരു മീഡിയമാണ്. അനുഭവങ്ങൾ തേടിയുള്ള യാത്ര അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? അനുഭവങ്ങൾ തേടിയുള്ള യാത്രയൊന്നും ഇതുവരെ ഇല്ല. ഇനി അങ്ങോട്ട് കാലം ചെല്ലുമ്പോൾ അനുഭവങ്ങൾ തേടി ഒരുപാട് സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്? മൊത്തം ഒരു 7 എക്സിബിഷൻ ഇപ്പം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. എക്സിബിഷൻ ഏത് തരത്തിലാണ് സഹായിച്ചിട്ടുള്ളത് ബിജുവിലെ ചിത്രകാരനെ? എക്സിബിഷൻ എല്ലാം ഞാൻ വലിയ എക്സിബിഷൻസ് അല്ല ഞാൻ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കൊട്ടാരക്കര, അടൂർ, പന്തളം അങ്ങനെയൊക്കെയുള്ള സാധാരണ ഗ്രാമങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പട്ടണങ്ങളിലാണ് ഞാൻ എക്സിബിഷൻ നടത്തിയിട്ടുള്ളത്. ഒരുപാട് ജനങ്ങൾ വന്ന് ചിത്രങ്ങൾ കാണുന്നുണ്ട്. അവര് വന്ന് നമ്മളെ അനുമോദിച്ചിട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ അതിനെ വലിയ ഇമ്പാക്ട് സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന്